ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ ക്ലാസ്സിൻ്റെ ഇതായിട്ട് ചർച്ച ചെയ്തപ്പം ലോക സൃഷ്ടിച്ചതിൻ്റെയും അള്ളാഹുവിൻ്റെയും ദൈവത്തിൻ്റെ കാര്യം വന്നപ്പം പറഞ്ഞു, ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഈ ലോകം സൃഷ്ടിച്ചത് കെമിക്കൽ എവല്യൂഷൻ തിയറി വഴി സയൻറ്റിഫിക്കലായിട്ട് അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു അല്ല അള്ളാഹുവിൻ്റെ ഇതാണെന്ന് പറഞ്ഞ് തർക്കിക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇതെന്തുവാ? ഈ ലോകത്തിൽ നമ്മൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇല്ലാത്തതിലാണ് വിശ്വസിക്കേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാലുണ്ടോ? ആത്മാവുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ ആത്മാവിനെ? ഉണ്ടോ? അതിൻ്റെ അർത്ഥം ഇല്ല എന്നാണോ? ആണോ? ആത്മാവില്ല എന്നാണ്. അപ്പോൾ ഇവിടെ കാണാത്തതെല്ലാം ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? മോള് അമേരിക്ക കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതില്ലേ? ഉണ്ട്. എങ്ങനെ മനസ്സിലായി? അതവിടെ ഉണ്ട് എന്ന് ആരൊക്കെയോ പറയുന്നത്. അപ്പോൾ ദീനീപരമായ ഒരു കാര്യത്തിൽ ഞാൻ അതിൻ്റെ കൂടി കാര്യം അതൊരു തസൂഫിയൻ വീക്ഷണമായതുകൊണ്ട് ഞാൻ പറയാം. അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. ഞാൻ പറയുന്നില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഓഫാക്കുമോ നിങ്ങൾ ഈ ക്യാമറ? ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രം പറയാം, ഇത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് പോകണ്ട. വളരെ ശ്രദ്ധിച്ചോ ഞാൻ പറയുന്നത്, വളരെ ശ്രദ്ധിക്കണേ. ഇത് ഞാനത് പരസ്യപ്പെടുത്തി പറയാൻ ഏതൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയ സൂചന, നിങ്ങൾ എൻ്റെ നാട്ടിൽ വരിക. ഞാൻ പറഞ്ഞ മനസ്സിലായി, പടച്ചോനുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവാണ് പറഞ്ഞത്. പടച്ചോൻ്റെ നാട്ടിൽ അത് ആരാണ്? ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റാണ്. അവരാണ് പിന്നെ അതിന് ആർക്കിയോളജിക്കലി പഠനം നടത്തിയിട്ട് ഇറ്റ്സ് എ ബോഡി ഓഫ് റാംസസ് സെക്കൻഡ്, റാംസസിൻ്റെ ബോഡിയാണ് ഇത് എന്ന് അവർ ആണ് എഴുതി വെക്കുന്നത്. ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജഡത്തിനെ നേരിട്ടിട്ട്. ഇത് ഇന്ന് ഈജിപ്തിൻ്റെ മ്യൂസിയത്തിൽ അതേപോലെ വെച്ചിട്ടുണ്ട്. ഏകദേശം 3000 വർഷം പഴക്കമുള്ള ഫിറഔൻ്റെ ബോഡിയെ ഇന്നും വെച്ചിട്ടുണ്ട്. ലോകത്തിൽ അങ്ങനെ ഒരാളുടേത് മാത്രമേ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളൂ, അത് ഈ ഫിറഔൻ്റേത് മാത്രം. ഓൺലി ബിക്കോസ് ഈ ഖുർആൻ പറയുന്നുണ്ട് നിന്റെ ബോഡിയെ ഞാൻ ബാക്കി വെക്കുമെന്ന്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായ സയൻറ്റിസ്റ്റ് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം ഈ ഒരൊറ്റ ഫിറഔൻ്റെ ജഡമാണ്. മറ്റൊറ്റ കാര്യം കൂടി, നിങ്ങൾ സംസം കുടിക്കുന്നില്ലേ? വീട്ടിലൊക്കെ ഇല്ലേ സംസം? അത് ഒരൊറ്റ കിണറാണ്, ഒരു ചെറിയ കിണറാണ്. അതിൽ നിന്നും കോടിക്കണക്കിന് ആളുകളായി വെള്ളം കൊണ്ടുപോണത്. നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ടല്ലോ, ആ വീട്ടിലെ കിണറ്റിലേക്ക് ഒരു 10 ആളുകൾ മോട്ടർ വെക്കാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ആകെ 10 വീട്ടിലേക്ക്. നിങ്ങൾ പറയും വെക്കണ്ട, ഞങ്ങളുടെ വെള്ളം തീർന്നു പോകുന്നു. ഇത് മലരാരണ്യമാണ്, കുറേ പാറക്കൂട്ടങ്ങളാണ്, അതിൻ്റെ നടുക്കുള്ള കിണറാണ്. ആ കിണർ എന്ന് പറയുന്നതിൽ വെള്ളമാണ്, അതിൽ നിന്നും താഴാതെ നിർത്തുകയാണ്. എന്തൊരത്ഭുതങ്ങൾ! ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ഒരാളല്ല കൊണ്ടുപോകുന്നത്, ഡെയിലി 25 ലക്ഷം 30 ലക്ഷം ആൾക്കാർ ഫ്ലൈറ്റിൽ ഇങ്ങനെ കൊണ്ടുപോവുക. അതാകട്ടെ 5 ലിറ്റർ എന്ന് അവിടുത്തെ കണക്കല്ല, ഫ്ലൈറ്റുകാരുടെ കണക്ക് 5 ലിറ്റർ എന്നുള്ളത്. അവിടെ 5 ലിറ്റർ മാത്രമേ എടുക്കാവുന്ന എവിടെ എഴുതി വെച്ചിട്ടില്ല. അവിടെ ഹദീസുകൾ പലയിടത്തും ഇങ്ങനെ പറയും, അഥവാ നിങ്ങൾ വെള്ളം വയറ് നിറച്ച് കുടിക്കണം. സംസം കുറച്ച് സംസം കുടിക്കുന്നവൻ മുനാഫിക്കാണ്, വയറ് നിറച്ച് കുടിക്കണമെന്നാണ്. 450 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനയുണ്ട്. ആ മദീനയിലേക്കാണ് ടാങ്കർ ലോറിയിൽ പണ്ട് കൊണ്ടുവരുന്നത്. ഇന്ന് ഈ കുഞ്ഞിക്കിണറിൽ നിന്നും പൈപ്പ് ലൈൻ വലിച്ചിരിക്കുകയാണ്. അത്ഭുതകരമല്ലേ? നിങ്ങൾ പറ. മദീനയുടെ 450 കിലോമീറ്റർ അപ്പുറത്തേക്ക് പൈപ്പ് ലൈനിലൂടെ, ടാങ്കർ ലോറിയിലൂടെ ഒരു ദിവസം 1000കണക്കിന് ഫ്ലൈറ്റുകൾ ജിദ്ദയിൽ നിന്ന് പുറപ്പെടുന്നു, റിയാദിൽ നിന്ന് പുറപ്പെടുന്നു. 1000കണക്കിന് ഫ്ലൈറ്റുകളിൽ നിറച്ച് സംസം കൊണ്ടുപോകുന്നു. ഒരേ ഒരു കിണർ, അതാകട്ടെ താഴാതെ, 1 ഇഞ്ച് പോലും താഴാതെ കോടിക്കണക്കിന് ആളുകൾ കുളിക്കുകയും കോടിക്കണക്കിന് ആളുകൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടും ആ കിണറ്റിൽ നിന്നും 1 ഇഞ്ച് പോലും താഴാതെയാണ് സംസമിൻ്റെ വെള്ളം നിലനിൽക്കുന്നത്. ഈ 2 അത്ഭുതങ്ങൾ മതി അള്ളാഹു പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ള നമ്മുടെ അനുഭവങ്ങൾ മതി അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടെന്ന് ബോധ്യപ്പെടാൻ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹുവിൽ സുജൂദിൽ കടന്നുകൊണ്ട്, ശുക്രിൻ്റെ സുജൂദിൽ കടന്നുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം അത്ഭുതകരമായി അള്ളാഹു നടപ്പിലാക്കി തരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ട് അള്ളാഹുവോട് ചോദിക്കൂ, എല്ലാം ഓരോന്നായി തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമുക്കിവിടെ അള്ളാഹുവിനെ ബോധ്യപ്പെടേണ്ടത്. എന്നാൽ എത്തീസ്റ്റുകളായ ആളുകൾക്കൊരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് അവർ പറയണത് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹു ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇവിടെ പല കാര്യങ്ങളുമുണ്ടല്ലോ, അതൊന്നും നമുക്ക് ലഭ്യമല്ല. ഉദാഹരണത്തിന് നമ്മുടെ ആത്മാവ്. ഈ ആത്മാവ് നമ്മൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എവിടെയെന്ന്
എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്നാൽ ഈ ആത്മാവിൻ്റെ കണ്ണ് തുറക്കണം, അള്ളാഹുവിലേക്ക് പരിപൂർണമായി അടുക്കണം. അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നത് കാണാൻ പറ്റും. അള്ളാഹു നമുക്ക് അത്ഭുതകരമായി കാര്യങ്ങൾ ചെയ്തു തരുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ നിന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുകയും നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ചെയ്യലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസം. രണ്ട് കാര്യത്തിൽ നിങ്ങൾ ഉറപ്പിച്ചാൽ മതി. ഒന്ന് മാ ഉസംസം, മറ്റൊന്ന് ഫിറഔന്റെ ജഡം. ഇനി ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, പെട്ര എന്നല്ല പറയുന്നത്, ആദ് സമൂദ് ഗോത്രത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അന്ന് വിശ്വാസം നമുക്ക് അതറിയില്ല. ആദ് സമൂദ് ഗോത്രം ഇവിടെ ഉണ്ടായിരുന്നെന്ന് പാറകൾ തുരന്നുകൊണ്ട് കൊട്ടാരമുണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ലേ? അന്ന് വിശ്വാസം നമുക്ക് അറിയില്ല ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. എന്നാൽ നമ്മൾ പോകുമ്പോൾ ഇന്നും പെട്ര നിങ്ങൾക്ക് കാണാം. ഇതേ കൈകളെ കൊണ്ട് ഗുഹകൾ തുരന്നിട്ട് വീടുണ്ടാക്കിയ ജനതയെ എങ്ങനെയാ ഖുർആനിൽ വിശ്വാസം അറിയാതെ എഴുതി വെക്കുക? ഇത് അള്ളാഹുവിൻ്റെ വാക്യങ്ങളാണ്. പിന്നെയോ ബൽക്കീസ് എന്ന് പറയുന്ന ഒരു റാണിയുണ്ട്. ആ റാണിയുടെ കൊട്ടാരമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ എന്ന് അള്ളാഹു ഖുർആനിൽ പറയാണ്. വിശ്വാസം അത് കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പം നമ്മളത് പോയി കാണുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം തകർന്നടിഞ്ഞ് കിടക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് സുലൈമാൻ നബിയുടെ കൊട്ടാരം ഇതേപോലെ തകർന്നടിഞ്ഞ് കിടക്കുന്നത്. അതിൻ്റെ ആർക്കിയോളജിക്കൽ പഴക്കം കൃത്യമായി അത്രയും വർഷം മുസ്ലിമീങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത്, മറ്റ് സയൻറ്റിസ്റ്റുകൾ എഴുതി വെച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ലോകം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണും. ലോകം സഞ്ചരിക്കുമ്പോൾ മുഴുവനും അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ അള്ളാഹുവിനെ ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരവസ്ഥയിലാണോ, ഞാൻ പറഞ്ഞല്ലോ IIT കാരൻ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ IIT കാരനോട് പ്രിയപ്പെട്ട ഹർഷദിനോട് ഞാൻ ചോദിച്ചത്, ഹർഷദ് മോനെ നീ പറ, അഥവാ ഒരു മകൻ 1.5 വയസ്സുള്ള നീന്താൻ പോലും അറിയാത്ത കുട്ടി ഏകദേശം 17 കോല് താഴേക്ക് വീഴുകയും 5 കോലിൻ്റെ മുകളിൽ നിൽക്കുകയും 20ഓളം മിനിറ്റ് താഴാതെ നിൽക്കുകയും ചെയ്ത് അവനൊന്ന് മുങ്ങിത്താവുക പോലും ചെയ്യാത്ത സയൻസ് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നോ സാർ, ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഹർഷദ് എത്തീസ്റ്റായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നാടിൻ്റെ തൊട്ടപ്പുറത്ത് ഹർഷദിൻ്റെ വീട്. ഇപ്പം അവൻ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയാണ്. കാരണം ഇത് മാത്രമാണ് എന്ന് വെച്ചാൽ അവൻ എല്ലാവരോടും പറയാറുണ്ട്, കാരണം ഇത് ഒരു അത്ഭുതമല്ല, ഇതൊരു സ്വഭാവമല്ല, ഇതൊരു കിനാവുകളല്ല. ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ നടപ്പിലാക്കലുകളാണ്. ഏതൊരു അള്ളാഹുവാണോ 17 കോലിൻ്റെ മുകളിൽ ഒരൊറ്റ മകനെ, അന്ന് എനിക്കൊരു മകനേ ഉള്ളൂ, ആ മകനെ പൊന്തിച്ച് കിടത്തിയത്, ഒരു നുറുക്ക് വെള്ളം പോലും കുടിക്കാതെ കിടത്തിയത്, അപ്പം ഞാൻ എന്ത് വിശ്വസിക്കണം? എൻ്റെ അള്ളാഹുവുണ്ട്, എൻ്റെ അള്ളയാണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ജീവിതത്തിൽ നമുക്കും അനുഭവങ്ങളെ കൊണ്ടുവരുമ്പോൾ അള്ളാഹു ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ സാർ ഇവിടെ സൂചിപ്പിച്ചു, ഇസ്ലാമിനെ എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്നോ അത്രത്തോളം ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതിപ്പോൾ ഞാൻ യൂട്യൂബിൽ ഈ എത്തിയസത്തിനെതിരെയുള്ള ഡിബേറ്റ് കണ്ടപ്പോൾ അതിൽ ഈ ഒരു ആർഗ്യുമെൻ്റ് ഒരാൾ പോസ് ചെയ്തപ്പോൾ അതിന് ഒരു എത്തിയസ്റ്റ്, അതായത് എക്സ് മുസ്ലിമാണ്, പുള്ളിക്കാരൻ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം വളരുന്നുണ്ട്, പക്ഷേ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അതേ റേഷ്യോയിൽ തന്നെ ആൾക്കാർ തിരിച്ച് ഇസ്ലാമിൻ്റെ ബാക്കിലേക്കും ഇസ്ലാമിൽ നിന്ന് വെളിയിലേക്കും പോകുന്നുണ്ട്. പിന്നെ ഇസ്ലാമിൻ്റെ വളർച്ചാ നിരക്കിന് കാരണം ഫെർട്ടിലിറ്റി റേറ്റ് ആണെന്ന് കാണുന്നുണ്ട്. ശരിയാണോ? ആ കണക്കുകൾ സ്ഥിരമാക്കപ്പെട്ടതല്ല. എന്ന് വെച്ചാൽ ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതൊക്കെ ഇഷ്ടങ്ങളാണ്. ഞാനതൊരു വിവാദപരമായ ചോദ്യങ്ങളായതുകൊണ്ട് പറഞ്ഞോട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികൾ കൂടുതൽ ജനിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാം വളരുന്നത് എന്നത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പഴയതുപോലെയല്ല, എല്ലാവർക്കും ഈ 2 മക്കളും മാക്സിമം 3 മക്കളൊക്കെ തന്നെയുള്ളൂ. അത് മറ്റുള്ളവരെ പോലെ തന്നെ മക്കളുള്ളൂ. പക്ഷേ ഇസ്ലാം ലോകത്തിൽ വലുതായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ ഏറ്റവും വലിയ കണക്കനുസരിച്ച് 2030 ലോകത്തിലെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മുസ്ലിമീങ്ങളുടെ കണക്കല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കണക്ക് അവതരിപ്പിക്കുന്ന ആളുകളുടെ കണക്കാണ്. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ എതിർപ്പുകൾ പറഞ്ഞാലും വാല്യൂസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എത്തീസ്റ്റുകളുടെ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ എന്താണ്? ഈ ഭൂമിയിൽ ജീവിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് വാല്യൂസ് എന്നതിൻ്റെ പരമമായ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കണമെന്നില്ല. പരമമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ വിശ്വാസങ്ങൾ ഇപ്പോൾ ഏകദേശം എവിടെ വരെ എത്തി? ദൈവമില്ല, ചിന്തയില്ല എന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് കണ്ടതെന്താണ്? 4 ആളുകൾ ഒന്നിച്ച് സഞ്ചരിക്കുന്നു, 4 ഭർത്താക്കന്മാരും ഒന്നിച്ച്, എന്നിട്ട് എറണാകുളത്തെ ഹോട്ടൽ വെച്ച് കണ്ണുകെട്ടുന്നു, എന്നിട്ട് ഭാര്യമാർ പോയിട്ട് വണ്ടിയുടെ ചാവി എടുക്കുന്നു. ഏത് വണ്ടിയുടെ ചാവിയാണോ എടുത്തത് ആളുടെ കൂടെ യാത്ര തിരിക്കുന്നു. അതിനെയാണ് നിയോ ലിബറലിസം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് എറണാകുളത്ത് സംഭവിച്ച സംഭവമാണ്, യൂറോപ്പിൽ സംഭവിച്ചതല്ല.
ഇതിൻ്റെയൊക്കെ തുടക്കം അരാജകത്വമാണ്. എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാത്ത ജീവിതത്തിന് ഈ അരാജകത്വം കടന്നു വരും. അതുകൊണ്ട് തന്നെ ലോകത്തിൽ എല്ലായിടത്ത് പോകുമ്പോഴും നമ്മളിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി ഒരുപാട് രാജ്യത്ത്, ഏകദേശം ഒരു 42 രാജ്യത്ത് ഞാനും സഞ്ചരിച്ചിട്ടുണ്ട്. 43 രാജ്യമായി കഴിഞ്ഞ പ്രാവശ്യം പോയതോട് കൂടിയിട്ട്. അപ്പോൾ 43 രാജ്യങ്ങൾ സന്ദർശിച്ചതിൻ്റെ ഒരു ചെറിയ റിപ്പോർട്ട് ഞാൻ പറഞ്ഞോട്ടെ. ലോകത്തിലെല്ലായിടത്തും, അത് ഇസ്ലാം വലുതാകുക എന്നുള്ളതല്ല, ഇസ്ലാമിൻ്റെ വാല്യൂസ് എല്ലാവർക്കും ഇഷ്ടമാണ്. കൃത്യമായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നില്ല മാതാവിനെ എങ്ങനെയാണ് കൊണ്ടുനടക്കേണ്ടതെന്ന്, സ്കൂളിൽ പഠിക്കുന്നില്ല നമ്മൾ മാതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കരുത് എന്ന്. അങ്ങനെ പഠിത്തങ്ങളെല്ലാം നമ്മളത് ഈവൻ ഒരു ഗസ്റ്റിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നില്ല. ഉണ്ടോ? ഫ്രണ്ട്സിനോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കുന്നില്ല. നമ്മൾ സ്കൂളും കോളേജൊന്നും അത് പഠിപ്പിക്കുന്നില്ലല്ലോ. പകരം കുറേ സബ്ജക്റ്റുകളാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇസ്ലാമിന് എന്തുമുണ്ട്? എല്ലാ രീതിയിലുള്ള വാല്യൂസുമുണ്ട്. ആ വാല്യൂസിന് ആളുകൾക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ സ്വന്തം മാതാവിൻ്റെ തെരുമുറ്റിയിൽ ഒരു ഉമ്മ കൊടുത്താൽ പോലും അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരർത്ഥത്തിൽ എല്ലാ അവസ്ഥയിലും ഈ വാല്യൂസ് ഉണ്ടായതുകൊണ്ട് ലോകത്തിലെ ആളുകൾക്ക് വാല്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. ആ വാല്യൂസിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാല്യൂസ് കൂടുതൽ കൊടുക്കുന്നത് ഇസ്ലാം ആയതുകൊണ്ട് മാഷാ അല്ലാഹ്, അത് എല്ലാ മതസ്ഥരും അവരുടേതായ ജോലി ചെയ്യുന്നു. ആരെയും നമ്മൾ വിമർശിക്കുന്നില്ല, ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. അവരുടേതായ ജോലി ചെയ്തുകൊണ്ട് പോവാൻ. പക്ഷേ ഇസ്ലാമികപരമായ പ്രചോദനം ലോകത്തിൽ മുഴുവനും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ കണക്കുകൾ എന്താണ്? യഥാർത്ഥത്തിൽ തെറ്റാണ്. മുസ്ലിമീങ്ങളുടെ കണക്കല്ല, ലോകത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഴുവൻ പുറത്തേക്ക് വിടുന്നത് ഇസ്ലാം ഇങ്ങനെ വ്യാപിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ തോതിലേക്ക് അവർ വ്യാപിക്കുന്നു. പക്ഷെ ഒരിക്കലും വർഗീയത പാടില്ല, വർഗീയപരമായ പരാമർശങ്ങൾ പാടില്ല. സ്നേഹത്തോടു കൂടി മാത്രമേ നടപ്പിലാക്കാവൂ. സ്നേഹത്തോടെയല്ല മനുഷ്യരെയും കാണാവൂ. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും രാത്രിയിൽ തഹജ്ജുദിൽ സുജൂദ് ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വർഗീയതയില്ലാത്ത രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന് പ്രാർത്ഥിക്കണം. ആ ലെവലിലുള്ള വാല്യൂസിലേക്ക് നമ്മൾ പോവുകയും ചെയ്യണം. സാർ, അസ്സലാമു അലൈക്കും.